ഇന്നത്തെ നമ്മുടെ റെസിപ്പി വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇന്ന് നമ്മൾ ഹൽവയൊക്കെ കടകളിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. ഇത് ഒരിക്കലെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നാൽ പിന്നെ നിങ്ങൾ ഹൽവയൊക്കെ എന്നും വീട്ടിൽ തന്നെ തയ്യാറാക്കും. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ റെസിപ്പി എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. ഇതിനായിട്ട് നമ്മളിവിടെ ഒരു പൈനാപ്പിൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നല്ല ഫൈനായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇപ്പം നമ്മളിത് ഇവിടെ നല്ല ഫൈനായിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു സ്ട്രെയിനിൽ കൂടി ഒഴിച്ചൊന്ന് അരിച്ചെടുക്കണം. ഇതിൻ്റെ മാക്സിമം ജ്യൂസ് കിട്ടുന്ന രീതിയിൽ തന്നെ വേണം നമ്മളിതിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ. ഒരു സ്പാച്ചില കൊണ്ടോ അല്ലെങ്കിൽ സ്പൂൺ കൊണ്ടോ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം നമ്മൾ ആ കൊന്ത് ബാക്കി വന്നതങ്ങ് മാറ്റാം. ഇതിലേക്കൊരു 1/2 കപ്പ് കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഈ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പൈനാപ്പിൾ ഫ്ലേവർ കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിരിക്കുന്നത്. വാനില ഫ്ലേവർ ആയാലും മതി. അപ്പം നമ്മളിതിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഒരു പാനിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി തീ ഒന്ന് കുറച്ച് വെച്ച് ഇളക്കി കൊടുത്ത് ഇതൊന്ന് കുറുക്കിയെടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലുള്ള റെസിപ്പികൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. ഈ ഒരു സമയം നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1.5 കപ്പ് പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാരയും ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ പൈനാപ്പിളിൻ്റെ ആ പുളിയൊക്കെ അനുസരിച്ചിട്ട് വേണം നമ്മൾ പഞ്ചസാരയുടെ അളവിൽ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാൻ. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കണം. ഈ നെയ്യ് ഇതുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സായി വരുന്ന വരെ വേണം നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാൻ. ആ 1 ടേബിൾ സ്പൂൺ നന്നായിട്ടൊന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ പാലിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ആ ഒരു പരുവായി വരുന്നവരെ വേണം നമ്മൾ ഇളക്കി കൊടുക്കാൻ. ഈ ഒരു സമയം നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എള്ളുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അതുപോലെ നട്ട്സൊക്കെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത്, അതുപോലെ ഞാൻ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ സീഡ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നട്ട്സൊക്കെ നമ്മുടെ കയ്യിലുള്ളത് അനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പും ബദാമൊക്കെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് അത് ചേർത്ത് കൊടുത്താലും മതി. ഇതുപോലെ പാലിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ആ ഒരു പരുവായി വരുന്ന വരെ വേണം നമ്മളിതിങ്ങനെ ഇളക്കി കൊടുക്കാൻ. ഇപ്പോൾ ഇതിവിടെ കറക്റ്റ് പരുവായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് സെറ്റ് ചെയ്തെടുക്കുന്നതിനായിട്ട് ഞാനിപ്പം ഒരു ബൗളിൽ നെയ്യ് തേച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഈ ഹൽവ തയ്യാറാക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ ബൗളൊന്ന് സെറ്റ് ചെയ്ത് വെക്കണം. ഇനി അതിലേക്ക് നമുക്ക് ഈ ഒരു മിക്സ് ഇട്ട് കൊടുക്കാം. ഈ സ്പാച്ചില കൊണ്ട് ഇതിൻ്റെ മുകൾ ഭാഗം നന്നായിട്ടൊന്ന് ലെവലാക്കി കൊടുക്കണം. ഇപ്പം നമ്മളിതിവിടെ ഇതുപോലെ ഒന്ന് ലെവലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇതിവിടെ നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഈ സ്പാച്ചില കൊണ്ട് സൈഡൊക്കെ ഒന്ന് വിട്ടു കൊടുത്ത ശേഷം നമുക്കിത് ഈ ഒരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റാം. ഇനി ഇത് കട്ട് ചെയ്ത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അങ്ങനെ പൈനാപ്പിൾ വെച്ച് ചെയ്തെടുക്കാവുന്ന വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന വളരെ ടേസ്റ്റിയുള്ള ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്.